നമസ്കാരം. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശിവരാത്രിയുടെ ആശംസകൾ ആദ്യം തന്നെ നേരാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. ഒരു വേടൻ ശിവരാത്രി നോറ്റ കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ പിടിച്ചിട്ടാണല്ലോ ഭക്ഷണമാക്കുക. അതിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പം ഉന്നം പിടിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ. അപ്പം ഈ മരമാകട്ടെ അതൊരു കൂവളമരമായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന് അറിയില്ല അത് കൂവളമരാണെന്ന്. അങ്ങനെ ഓരോരോ മൃഗങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഉന്നം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു മാൻ വന്നു. ഈ മാനാകട്ടെ പൂർണ്ണ ഗർഭിണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ വധിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മാൻ ഈ വേടനോട് പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലരുത്, ഞാൻ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വരാം, എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ വന്നിട്ട് അങ്ങേക്ക് ഭക്ഷണം ആയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ വേടൻ ശരി എന്നുള്ള രീതിയിൽ അതിനെ വിട്ടയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു പേടമാൻ വന്നു. അതിനെയും കൊല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ മാനും ഈ വേടൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം, എന്നിട്ട് എന്നെ ഭക്ഷണമാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും സമ്മതിച്ചു. പിന്നെയും മാൻ വന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഈ വേടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിട്ടയച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാൻകുട്ടി വന്നു. അപ്പോൾ അതും ഈ വേടൻ്റെ അടുത്ത് പറഞ്ഞു, അതെ മുന്നേ വന്നവരെയൊക്കെ വിട്ടയച്ചില്ലേ, അതേപോലെ എന്നെയും കൂടെ ഒന്ന് വിട്ടയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേടന് സംശയം, ഇതിപ്പോൾ എങ്ങനെ ഈ മാൻകുട്ടി അറിഞ്ഞത് താൻ വിട്ടയച്ച കാര്യം? അപ്പോൾ പറഞ്ഞു, ഞാനും ആ ഗ്രൂപ്പിലുള്ളതാണ്, ആ സംഘത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത് മനസ്സിലായത്, അവർ പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെയും വിട്ടയച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു കേട്ടോ. ഈ മാൻകുട്ടികളെയൊക്കെ വിട്ടയക്കുക എന്നല്ലാതെ ഒന്നിനെയും പിടിക്കാനായിട്ടും ഭക്ഷണമാക്കാനായിട്ടും ഈ വേടന് സാധിച്ചില്ല. അപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ചില്ല, പൂർണ്ണമായിട്ടുള്ള ഉപവാസം. വിശപ്പ് കൊണ്ട് രാത്രി ഉറങ്ങാനും സാധിച്ചില്ല. ഈ മരത്തിൻ്റെ മുകളിൽ അങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ അതിൽ നിന്നുള്ള കൂവളത്തിലകൾ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്കാണ് വീണിരുന്നത്. അപ്പോൾ അറിയാതെ കൂവളത്തില കൊണ്ട് ശിവലിംഗത്തെ അർച്ചന ചെയ്യുകയും ചെയ്തു. പിന്നെ ഒരു പുണ്യപ്രവൃത്തിയും കൂടെ ചെയ്തു. കാരണം ആ മാനുകൾക്ക് ജീവനാണ് നൽകിയത്. ഏറ്റവും വലിയ ദാനമാണ് ഈ ജീവൻ എന്ന്. ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. അതിലൂടെ നമുക്ക് ജീവനാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ ജീവൻ നൽകുക എന്നുള്ള ഒരു സൽപ്രവൃത്തി കൂടെ ചെയ്തു. അങ്ങനെ ഒരു ശിവരാത്രി നോറ്റ ഫലമായി ഈ ഒരു വേടനെ. അപ്പോൾ തന്നെ മഹാദേവന്റെ ദൂതന്മാരെ വിമാനത്തിൽ പറന്നിറങ്ങി ഇദ്ദേഹത്തെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അറിയാതെ വേടൻ ഒരു ശിവരാത്രി നോറ്റപ്പോൾ എന്തൊക്കെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് നമ്മൾ ശിവരാത്രി നോറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാവരും ശിവരാത്രി നോറ്റോളൂ. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.